നമസ്കാരം കിസാൻ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ലെയ്ലാൻഡിലുള്ള ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസമായ ഇന്നത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും നമ്മൾ ഇന്നലെ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ കഴിക്കാൻ നിർത്തി കഴിഞ്ഞ് ഇച്ചിരി വണ്ടി ഓടിച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നേരെ എല്ലാപ്പൂരേക്ക് പോവുകയാണ്. എല്ലാപ്പൂരേക്ക് പോയി നമുക്കവിടെ കുളിക്കണം, പിന്നെ അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിക്കണം. കുറേ അധികം പരിപാടികളൊന്നും എല്ലാപ്പൂരുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്തത് നമ്മുടെ PCM ബോഡി ബിൽഡേഴ്സ് പാലക്കാടാണ്. നിങ്ങൾക്ക് യൂസ്ഡ് ട്രക്ക് വേണ്ടവർക്കും അതുപോലെ തന്നെ പുതിയ വണ്ടികൾക്ക് ബോഡി പണിയേണ്ടതും അങ്ങനത്തെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ PCM ബോഡി ബിൽഡിങ്ങിൽ സമീപിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ ആദ്യ സമയത്ത് നിഞ്ചറിന് ആദ്യത്തെ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ രണ്ടുകൂടായിരുന്നു വന്നുകൊണ്ടിരുന്നത്? അല്ലടാ, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വരും. ഞാൻ ഇതിനും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊരു വലിയ കഥയായിരുന്നു. വലിയ കഥ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിന് ഈ വഴി കുറച്ചൊക്കെ അറിയാം. അതിന് മുമ്പ് വേറൊരാളുടെ കൂടെ പോയി. ഞാനും അങ്ങനെ അതിന് മുമ്പ് വേറൊരാളുടെ കൂടെ പോയി വഴി ഏകദേശം പഠിച്ചു. നമുക്ക് രണ്ടുപേർക്കും കറക്റ്റായിട്ട് വഴി അറിയത്തില്ല, അന്ന് ഏകദേശം അറിയാം. ഒരു ഊഹം വെച്ച് അതിനിടം വഴിയാ തിരിയണേന്നും അറിയണേന്നൊക്കെ. പിന്നെ ഈ ഡൽഹി പോകാൻ വലിയ റൂട്ട് പിടിക്കാനൊന്നുമില്ല. അവിടെ ബോംബെ പാസ്സാവാൻ മാത്രം പഠിച്ചാൽ മതി. അത് മാത്രമേ ഇച്ചിരി പാടുള്ളൂ. ബാക്കി വലിയ തിരിവോ കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ഡബിൾ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു പോകുന്നത്. സിംഗിൾ വണ്ടിയും കൊണ്ട്, നമ്മുടെ 558 കൊണ്ട്, ആദ്യത്തെ പുത്തൻ വണ്ടിയും കൊണ്ട്. അത് ഡബിൾ എക്സ്പ്രസ് ജയ്പൂർക്ക്. അത് വന്ന് ഞങ്ങൾ ഈ പതുക്കെ ഞങ്ങൾ പതുക്കെ വന്ന് വരുന്ന വഴിക്ക് ഡബിൾ എക്സ്പ്രസ് പൂഞ്ചി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓഫീസിലേക്ക് വിളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലോക്കായിരുന്നു, നമ്മൾ എക്സ്പ്രസ് തരട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അത് എക്സ്പ്രസ് ഡൽഹി ആക്കി. പിന്നെ ഞാനും ഇതിനും കൂടെ ഡൽഹി എന്ന് കയറി ഡൽഹിയിൽ ഇറക്കി. ആദ്യത്തെ ഡബിൾ എക്സ്പ്രസ് അത് ജയ്പൂർക്കായിരുന്നു. ജയ്പൂർ കയറി ചെന്നില്ല. രാവിലെ വെളുപ്പിനെ കയറി ചെല്ലേണ്ട വണ്ടി അവിടെ കയറി ചെന്നപ്പോൾ ഉച്ച അങ്ങോട്ടാവാറായി. ഉച്ചയായില്ല, ഒരു 11 മണിയൊക്കെ ആയി. അങ്ങനെ അത് മൂഞ്ചി അതിന് പിന്നെ ഡൽഹി ആക്കി. പിന്നെ ഡൽഹി എന്ന് കയറി അവിടെ നിന്നൊക്കെ ഇറക്കി തിരിച്ചു പോന്നു. അത് രസമായിരുന്നു. ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ബോംബെ പാസ്സായത് മറ്റേ ഗൂഗിൾ മാപ്പ് നോക്കിയാണ്. വഴി ബുദ്ധിമുട്ടല്ലേ? വഴി ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കൊക്കെ പോകുമായിരുന്നോ? പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വീട്ടിൽ വേറെ പരിപാടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസം ഒരു 2 ആഴ്ചയൊക്കെ ലീവ് എടുത്ത് ഇങ്ങനെ അങ്ങ് പോകും. അതല്ലാതെ വേറെ അങ്ങനെ പോക്കൊന്നുമില്ല. ഞാൻ ആ പടം ഒരു 4-5 പ്രാവശ്യം കണ്ടാ പോയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാപ്പൂർ എത്തിയിരിക്കുകയാണ്. എല്ലാപ്പൂരിൽ നിന്ന് ഇനി നമുക്ക് ഇവിടുന്ന് കഴിക്കണം. കഴിച്ചതിന് ശേഷം അതിനു മുമ്പ് അതിവിടെ താഴെ നിന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം നമ്മൾ കഴിക്കത്തുള്ളൂ. അപ്പം ഏതായാലും നമുക്കിനി ബാക്കി കാഴ്ചകൾ കഴിച്ചതിന് ശേഷം കാണാം. പതുക്കെ പോടാ. അങ്ങനെ നമ്മളിത് ഇവിടെ എല്ലാപ്പൂരെത്തി ഇനി നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകണം. നമുക്കിവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് വണ്ടിക്കകത്ത് വേണ്ടിയുള്ള ജാറ്, അതുപോലെ തന്നെ ബക്കറ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കണം. കപ്പൊക്കെ മേടിക്കണം. വണ്ടിക്കകത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കിനി ഇവിടെ വന്നതിന് ശേഷം മേടിക്കും. ഇവിടെ ഇപ്പോൾ കടയിൽ പറഞ്ഞിട്ടുണ്ട്, അവരെ എടുത്ത് തരും. നമ്മുടെ സ്മിതിനും കിച്ചൊക്കെ അപ്പോൾ അതിനുവേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തെ തന്നെ അത് ഈ കാണുന്നുണ്ട്, ഇതാണ് നമ്മുടെ ഈ ഒരു ഹോട്ടലാണ്, നമ്മുടെ എല്ലാവരും വിജയൻ ചേട്ടൻ്റെ ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇവിടെ ഇന്ന് കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമ്മളേതായാലും ഇനി താഴേക്ക് പോവുകയാണ്. താഴെ ഈ ഒരു ഇവിടെ ഇതിൻ്റെ പുറം ഫുൾ കാടാണല്ലോ, അപ്പുറം ഫുൾ വനമാണ്. അപ്പോൾ ഈ വനത്തിൻ്റെ അങ്ങ് താഴെയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ആറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇനി അവിടെ പോയി കുളിക്കാം. അപ്പോൾ നമ്മൾ
നമ്മുടെ എല്ലാപ്പൂരും വന്നതിന് ശേഷം നമ്മളിവിടെ കുളിക്കാൻ വേണ്ടി ഇവിടെ അടുത്തൊരു ചെറിയൊരു തോടുണ്ട്. വലിയ തോടാണോന്നേ? വലിയ തോടാണോ? ചെറിയ തോട്. ഇത് വനമല്ല, ഈ ഫുൾ വനമാണ് ഇത്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മറ്റേ വണ്ടിക്കകത്തെ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കത്തില്ലേ? ഇതില് രണ്ടു മൂന്ന് കടമുണ്ടോ? എവിടെ? വീണോ? അപ്പം ഇതാണ് നമ്മുടെ ഒരു ചെറിയ ആറെന്ന് പറയുന്നത്. ഇവിടെ കുഴപ്പമില്ലല്ലോ. ഇതിവിടെ വന്ന് എത്തിയിരിക്കുകയാണ് എല്ലാപ്പൂര്. അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല കിടിലം വെള്ളം കേട്ടോ, രക്ഷയില്ല. നല്ല തണുപ്പും ഒക്കെ ഇടുന്നത്. ഇവിടെ വനത്തിൽ നിന്ന് കണ്ട് ഒഴുകി വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. സംഭവം നല്ല നൈസ് തണുപ്പാണ്, രക്ഷയില്ല. അപ്പോൾ ഏതായാലും കുളി കഴിഞ്ഞ് ഇനിയും കാണാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. അപ്പോൾ നല്ല ഒന്നൊന്നര നല്ല രസമുള്ള സ്ഥലം. ഇത് ഫുൾ വനമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, നമ്മുടെ കർണാടകയുടെ ഭാഗമായിട്ട് വരുന്ന വനമാണ്. അപ്പം ഏതായാലും നമുക്കിനിയും തിരിച്ച് ഇവിടുന്ന് പോയേക്കാം. ഇത്രയും വെളുപ്പ് കുളിച്ച് കഴിയുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. നല്ല ഒന്നാം തരം കുളിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. നല്ല സൂപ്പർ വെള്ളവും കാര്യങ്ങളൊക്കെ കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ട്, പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്, കുപ്പിയും കാര്യങ്ങളൊക്കെ, വേസ്റ്റൊക്കെ കുറേ ഉണ്ട്. ഫുൾ വനമാണ്. പക്ഷേ അല്ല, പോയേക്കാം. കിച്ചു, സുന്ദരേ, അവർ രണ്ടുപേരോടെ കയറി വരുന്നുണ്ട്. നമുക്ക് ഏതായാലും പതുക്കെ നീങ്ങാം. ഇത് ഫോറസ്റ്റിൻ്റെ ഇതുകൊണ്ട് അത്യാവശ്യം ഭയങ്കര വലിപ്പമുള്ളൊരു മരം. ഇതെന്ത് സ്കീമാണോ ഇത്? എന്ത് മരമാണോ എന്നറിയില്ല. നല്ല വലിപ്പമുള്ളൊരു മരമാണ്. ഒരു 120-130 ഇഞ്ചെങ്കിലും കാണും ഇതിൻ്റെ വലിപ്പം. പലതരത്തിലുള്ള മരങ്ങളുണ്ട് കേട്ടോ. വനമായിട്ട് പിന്നെ അറിയാമല്ലോ, എല്ലാ സ്കീമും എല്ലാ സെറ്റപ്പും കാണും ഇവിടെ എല്ലാം. ഇവിടെ തേക്കാന്ന് തോന്നുന്നു അല്ലേടാ ഒത്തിരി കൂടുതൽ. ഫുൾ നല്ല തേക്ക് ഒത്തിരി ഉണ്ട്. നോക്കി നടക്കണം. ഇവിടെ ഒത്തിരി മലയാളികളുണ്ടോ കിച്ചു ശരിക്കും? അതോ ഇവിടെ കാണുന്ന കുറച്ച് കടകൾ മാത്രമൊക്കെ ഉള്ളോ? ഇവിടെ മലയാളികളെന്ന് പറഞ്ഞാൽ വിജയഞ്ചേട്ടൻ്റെ കട, പിന്നെ ടയർ കട, അങ്ങനത്തെ കുറച്ച് 2-3 കടകൾ ഈ കൂട്ടത്തിൽ. അത്രേ ഉള്ളൂ. ഇവർ ഈ വിജയഞ്ചേട്ടനൊക്കെ താമസിക്കുന്ന എവിടെ? കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകണം. എനിക്കറിയാമല്ല. ചിതൽപുറ്റ് ഇരിക്കുന്നുണ്ടോ? ചിതൽപുറ്റ്. അങ്ങനെ നമ്മുടെ 2 വണ്ടി ഇവിടെ എത്തി കിടക്കുന്നു. നമ്മൾ കുളിച്ച് കയറുന്നു. ഇനി ആഹാരം കഴിക്കണം. നമ്മുടെ ഈ വണ്ടിക്കകത്ത് ഏകദേശം ഫുഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി കഴിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് കയറിയതിന് ശേഷം. കിച്ചു, ഇത് എത്ര മോഡൽ വണ്ടിയാടാ ഇത്? ഈ വണ്ടി 2020. ഇത് KL 68 777-4. നമ്മുടെ വണ്ടി KL 44G 555. എല്ലാം ട്രിപ്പിളിൻ്റെ കളിയാണ്.
അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ 774 ഈ ഒരു വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അരുൺ ചേട്ടൻ, ഇത് നമ്മുടെ ഷായ് ചേട്ടൻ. ഇവർ രണ്ടുപേരാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇവർ നമുക്ക് വേണ്ടി ഇവിടെ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചോറ് മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും കഴിച്ച് ഇനി നമുക്ക് നേരെ പോകണം. കിച്ചു ആണത് ഇരിക്കുന്നത്. കിച്ചുവിനെ കുറിച്ചുള്ള കുറച്ച് കഥകളൊക്കെ നമുക്ക് വരുന്ന വഴി പറയാം. കിച്ചു ആകെ ഉള്ളത്. അരുൺ ചേട്ടൻ്റെ വീട് എവിടെ? നെടുമ്പാശ്ശേരിയിൽ. അവിടെ എവിടെയാ? ചേച്ചിൻ്റെ കണ്ണൂർ എവിടാ? ഇരിട്ടി. ഓക്കെ ശരി. ഇങ്ങോട്ട് വാ. മീൻ പൊടിഞ്ഞു പൊടിമീനാ. ഇങ്ങനെ കിടക്കും. താരം നോട്ട് ചെയ്തടിക്കണം. ഉപ്പ് വേണ്ട. മീൻ കൂട്ടില്ല. എന്താ ഞാനും നക്കിയാ മതി എന്നല്ലേ? ചൂടുണ്ട്, കുഴപ്പമില്ല. ഇവിടെ എത്ര രൂപ അയലക്ക്? 8 മീന് 100. 8 100 രൂപ. ഏട്ടന് എന്ത് വെയിറ്റ് വരും അത് എല്ലാം കൂടെ? 1 കിലോ. അങ്ങനെ നമ്മളിത് യാത്ര വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇനി അങ്ങോട്ടേക്ക് ഇച്ചു പോകുന്നേ ധാർവാഡ് അല്ലേ? അപ്പം നമ്മുടെ കൂടെ ഇപ്രാവശ്യം ജോയിച്ചേട്ടന് ചെറിയ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ലാസ്റ്റ് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മുടെ കിച്ചു നമ്മുടെ കൂടെ എത്തി. ഇതാണ് നമ്മുടെ കിച്ചു. 2 ദിവസമായിട്ട് കിച്ചു നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം കിച്ചു നിന്റെ പറയടാ, നിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ എവിടെ കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞേ. വീട് പാലായിലാണ്. പിന്നെ എത്ര നാളായിട്ട് വണ്ടി ഫീൽഡിലുണ്ട്? കുറച്ച് നാളായിട്ടുണ്ട്. പഠിക്കുമ്പോൾ തൊട്ട് വണ്ടിയിലായിരുന്നു. പിന്നെ അതോ ഞാൻ പറഞ്ഞില്ല ടാർ ചെയ്ത മുമ്പേ മന്ത്രിമാര് പോയില്ലേ? ഞാൻ അതല്ലേ പറഞ്ഞു ടാർ ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മുടെ കിച്ചു ഇപ്പൊ കിച്ചു എത്ര വയസ്സുണ്ട്? ഇപ്പം 22 വയസ്സുണ്ട്. ഒരു 22 വയസ്സുണ്ട് കിച്ചുവിന്. ഇപ്പൊ തന്നെ കിച്ചുവിന് കുറെ അധികം ലോറികളുണ്ട്. കിച്ചു പഠിക്കുന്ന കാലം തൊട്ട് തന്നെ ഈ ലോറി ഫീൽഡിൽ ഇങ്ങനെ നടന്ന് പുള്ളിക്ക് ഭയങ്കര ക്രൈസായിരുന്നു ലോറി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ പുള്ളിയുടെ വണ്ടിയെല്ലാം പുള്ളി ലൈനിൽ ഓടാൻ വിട്ട ശേഷം പുതിയ വണ്ടി എടുത്തപ്പം കിച്ചുവാണ്. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ആ ഒരു വീഡിയോ നമുക്ക് സെറ്റാക്കി തന്നെ നമ്മുടെ കിച്ചുവാണ്. അപ്പം കിച്ചുവിൻ്റെ വണ്ടികളെല്ലാം ഓൾറെഡി ഇപ്പം ലൈനിലുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലിപ്പം കിച്ചു കയറി വന്നതാണ്. അപ്പം പറ, എങ്ങനെയാണ് നീ ഈ ലോറി ഒരു ഫീൽഡിലേക്ക് എത്തിയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ലോറി ഫീൽഡിലേക്ക് ഞാൻ പണ്ട് തൊട്ട വണ്ടി ഭ്രാന്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്നാ പറയണ നമ്മളെ ശരണ്യ ബസ്സില്ലേ അതേ പോവായിരുന്നു. ചുമ്മാ പോവായിരുന്നു ഒരു കാരണമില്ലാതെ. അതിനെ കൂടെ ഇങ്ങനെ ചുമ്മാ കയറി ഇറങ്ങി നടക്കും. അത് കഴിഞ്ഞ് അത്തേ പോകുന്ന സിജു എന്ന് പറയും, കൊളത്തുപുഴ ഉള്ളൊരു സിജു അണ്ണൻ എന്ന് വിളിക്കുന്നത് പുള്ളി ഉണ്ടായിരുന്നു. പുള്ളി അപ്പം ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് പുള്ളിയും ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ലോറിയുടെ ഒരു പരിപാടി ഇങ്ങനെ ആലോചിച്ചാലോ എന്നൊക്കെ ആലോചിച്ച്
നിന്ന് പിടിച്ച ഒരു വണ്ടി എടുത്തു. ആ വണ്ടി എടുത്തു. അതപ്പം അന്ന് നമ്മുടെ ലോറിയിൽ ഓടിക്കൊണ്ടിരുന്ന പരിചയം എന്ന് പറഞ്ഞാൽ തൊടുപുഴയുള്ളൊരു ആനന്ദു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരനായിരുന്നു. അവൻ ബസ്സിൽ ഓടുന്നുണ്ട്. അപ്പം അവനെ കൂട്ടി വണ്ടി ബോഡി കെട്ടി ഇറക്കി. അന്നേരം അവന് അപ്പോൾ ഒരു വണ്ടിയെ പോകുന്നുണ്ടായിരുന്നു. ആ വണ്ടി വരുന്ന വാഴക്കുളത്ത് നിയാസേൻ്റെ അടുത്തായിരുന്നു, സിറ്റി ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞ ഓഫീസിൽ. അപ്പം അങ്ങനെ ഇവൻ മുഖാന്തരം നിയാസേനെ പരിചയപ്പെട്ടു. പിന്നെ നിയാസേനെ ഞാനും ഭയങ്കര കമ്പനിയായി. അപ്പോൾ പിന്നെ ഞാൻ വാഴക്കുളത്തിന് അങ്ങനെ പോകും, ഇങ്ങനെ പോകും, നിയാസേനെ കാണും, വിളിക്കും, പറയും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നിതിൻ ചേട്ടനും അവിടുന്ന് പൈനാപ്പിൾ ഓടണേ, നമ്മുടെ നിതിൻ ചേട്ടൻ. അപ്പോൾ ഞാൻ ഒരു ദിവസം എൻ്റെ വണ്ടി ലോഡ് കയറ്റി വിട്ടേച്ച് ഇങ്ങനെ ഇരിക്കുമ്പം നിതിൻ ചേട്ടൻ അവിടെ ഓഫീസിലുണ്ട്. അപ്പം അങ്ങനെ നിതിൻ ചേട്ടനെ കണ്ടു, പരിചയപ്പെട്ടു, സംസാരിച്ചു, നമ്പർ മേടിച്ചു. പിന്നെ വിളിയായി, കാര്യങ്ങളായി. ആ നിതിൻ ചേട്ടൻ്റെ അടുത്തും നിയാസേൻ്റെ അടുത്തും എന്നേലും കേസുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കും. പഠിത്തം കഴിഞ്ഞ് കുറെ ചുമ്മാ വണ്ടിയെ പോകും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് ലോറി ഇല്ലേ? ഉണ്ട്. അന്ന് ഏത് ലോറി ആയിരുന്നു? സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ. അപ്പൊ അതാണ് നമ്മളിപ്പം ഒത്തിരി പ്രായമുള്ള ആളുകൾ ലോറി ഫീൽഡുമായിട്ട് നടക്കുന്നതാണെന്നോ. അപ്പൊ ഇവനെ പോലുള്ള വണ്ടി എടുക്കണം അല്ലെ, ഓടണം എന്ന് വിചാരിച്ചു എടുത്തു. പിന്നെ അതിന്റെ ആ ഒരു ഭ്രാന്തിന്റെ പുറത്ത് എടുക്കുന്നല്ലോ. റിപ്ലൈ ചെയ്യണം എന്തെങ്കിലുമൊക്കെ. അപ്പൊ അങ്ങനെ ഇവൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ തന്നെ ഇവന് ലോറി അല്ലേ? സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ലോറി ഉണ്ട്. ഇവൻ BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച ആ സമയത്ത് ഇങ്ങനെ ഒരു തോന്നി ഇവൻ ലോറി എടുത്തത്. അങ്ങനെ ഇന്നിപ്പോ ഒറ്റ ലോറിയും തുടങ്ങി. ഇപ്പൊ കുറെ അധികം ലോറികളുടെ മുതലാളിയാണ് ഈ ഇരിക്കുന്നത്. ഇനി അടുത്തെന്തോ അവനെ എനിക്കൊന്നും കണ്ട ഒരു ലുക്കില്ല. അത് തന്നെ, കണ്ട ഒരു ലുക്ക് ഇല്ലെന്നുള്ളൂ. അതിനൊക്കെ രസം എന്നാന്നറിയോ, എല്ലാരും ഇങ്ങനെ ഇവരെല്ലാരും കിച്ചു വിച്ചു എന്നാ വിളിക്കുന്നത്. അപ്പം കിച്ചു വിച്ചു എന്ന് വിളിച്ചപ്പോ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് ഇതുപോലെ പറഞ്ഞിട്ട്, ചേട്ടാ എന്നെ എല്ലാരും കിച്ചു വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ ഞാൻ തന്നെ വിളിക്കുന്നത് തരുൺ കുമാർ എന്നാണ്. തരുൺ കുമാറല്ല, തരുൺ വിനോദ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നോട് തന്നെ സംഭവം ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്നോട് പുള്ളി ചോദിച്ചു, എടാ നിന്റെ വണ്ടിയുടെ സൈഡിൽ അങ്ങനെ ഈ തരുൺ വിനോദാണ്. ഞാൻ പറഞ്ഞേട്ടാ എന്നെ ഒഫീഷ്യലായിട്ട് അങ്ങനെ വിളിക്കാൻ അറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും വിളിക്കാറുമില്ല. ഇവന്റെ ഒഫീഷ്യൽ നെയിമാണ് തരുൺ വിനോദ്. പക്ഷെ ഇവനെ ഏത് റൂട്ടിലും എവിടെ ചെന്നാലും ഇവന്റെ വണ്ടിയുടെ പേരും കിട്ടില്ല കേട്ടോ. മാസ്, നിങ്ങൾ നോക്കിയാൽ മതി. മാസ് കിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യെല്ലാപ്പൂർ ടൗണിലേക്ക് നമ്മൾ ഇറങ്ങി പോകും അല്ലേ? വൈകിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായി. നമ്മൾ യെല്ലാപ്പൂർ ടൗൺ ഒക്കെ കഴിഞ്ഞ് നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് നാളെ രാവിലെയോടുകൂടിയായിരിക്കും നമ്മൾ മുംബൈ പാസ്സാകുന്നത്. നിങ്ങൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടായിരിക്കും, മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടംപോലെ ഉള്ളൊരു സ്ഥലമാണ് ഈ യെല്ലാപ്പൂർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമൊക്കെ മലയാളികൾ കൂടുതലായിട്ട് താമസിക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളിയും കാര്യങ്ങളൊക്കെ അതെല്ലാം ഈ ഭാഗത്താണ്. നമുക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ഇതാ കാണുന്ന പള്ളിയുണ്ട്, അതെല്ലാം മലയാളികളുടെ പള്ളിയാണ്. ഇവിടെ ഇഷ്ടംപോലെ മലയാളികൾ ഇഷ്ടംപോലെ ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഇതുണ്ടോ, ഹോളി റൊസാരി ചർച്ച്. ഇതെല്ലാം ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ മലയാളികളുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു ഭാഗമെല്ലാം. ഇവിടെ സമയം കളയുന്നതിന് പകരം നിങ്ങൾ നമ്മുടെ തടിവണ്ടിയെ കയറി വെച്ചേ നവാസിക്കയുടെ കൂടെയോ പുട്ടാശാന്റെ കൂടെ ഒക്കെ പൊക്കോ. നവാസിക്കയുടെ കൂടെ പൊക്കോ, അതായിരിക്കും ഇച്ചിരി കൂടെ. എന്റെ ആശാനുണ്ടോ പുട്ട്? ആദ്യമായിട്ട് ലോറി കൈ തന്നെ പുട്ടാശാന.
കുട്ടാശാനും നവാസിക്കയാണ് നമ്മളെ തടിവണ്ടിയിലെ രാജാക്കന്മാർ ഇന്ത്യൻ താരങ്ങൾ നമ്മുടെ കമ്പനിയില്. നമ്മളീ മറ്റേ അവൻ പുലിയെ പിടിക്കണ ടീമാന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ? അവരെ പുള്ളി മനുഷ്യനെ പിടിക്കുന്ന ടീമാ. ഒന്നിനെ ഒരു പേടിയില്ല. നമ്മളൊക്കെ തടിവണ്ടി ഇങ്ങനെ കയറ്റി വെച്ച് കഴിയുമ്പോ ഇച്ചിരി ഹൈറ്റ് ആയി കഴിയുമ്പോ കുറ്റിക്കാലിന് ഒരട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്നാ ഞങ്ങള് പറയും ചേട്ടാ ഇച്ചിരി ഹൈറ്റ് അല്ലേ, തേങ്ങപ്പിയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ പറയും. നാസിക്ക വെച്ചേ രണ്ടട്ടി കൂടെ വെച്ചേ കൊഴപ്പില്ലെന്നേ, കേറ്റിക്കോന്നാ പറയുന്നേ. ഒറ്റ കേസായിട്ടേ ഉള്ളൂ, SC വണ്ടിയല്ലേ പോവുള്ളൂ. പുത്തൻ വണ്ടി എടുത്ത് നെയ്ലാൻഡ് ഈ ഓടിച്ചോന്ന് പറഞ്ഞ മുതലാളി എന്നാ കൊടുത്തതാ. അന്നേരം മുതലാളി നമ്മള് നിഞ്ചേട്ടൻ തന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഒരു SC റീബോഡി കിട്ടുന്നുണ്ട്. റീബോഡി ഒരു വണ്ടി 16G അത് റീബോഡി കിട്ടുന്നുണ്ട്. ആ വണ്ടി പൊക്കോളാന്ന് പറയും. പുത്തൻ വണ്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് അത്ത പൊക്കോളാന്ന് പറയാം. ലൈലാൻഡ് അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അത്ത പൊയ്ക്കോളാന്ന് പറഞ്ഞോണ്ടിരിക്കും. അത്ത പോത്തേ ഉള്ളൂ, വേറെ മാറ്റില്ല. കാരണം ആ സാധനം ഓടിച്ച് പഠിച്ചാണ്ടല്ലോ അത്തലേ പോവുള്ളൂ. പക്ഷെ ഞാനൊക്കെ ചെന്നിട്ട് ഞാൻ വലിയ ഡ്രൈവർ അങ്ങനെ അല്ല, ഞാൻ ഈ ഇടയ്ക്കാ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഞാനൊന്ന് ചെന്നൊന്ന് വയറ്റി നോക്കിയതാ. ഞാൻ സുല്ല് പറഞ്ഞ് ഇറങ്ങി പോകുന്ന സംഭവമാണ്. അയ്യോ തടിവണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞാല് ഊരെന്ന് പറയാൻ ഭയങ്കര SC വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് ഒരു മരുങ്ങാണ്. ഒന്നും തടിവണ്ടിയെ സംബന്ധിച്ച് ചേട്ടാ ഒന്നും എളുപ്പം. തടിവണ്ടി SC വണ്ടിയെ സംബന്ധിച്ച് എന്നെ റോഡ് കയറ്റിന്ന് പറഞ്ഞാലും വണ്ടി ആടും. അത് കറക്റ്റ് ഒരച്ചില് റോഡിന്റെ മറിവൊക്കെ നോക്കി ഓടിക്കാം. അതാ ഞാൻ പറയാം, അന്ന് പറഞ്ഞാൽ മനസ്സിലാകല്ല. നവാസിക്കയുടെ കൂടെ പോണം, ഒന്നിനും ഒരു പേടില്ല. ഇടയ്ക്ക് വെച്ചേ അടിമാലിയിൽ നിന്ന് പോകുന്ന കഴിയുമ്പം അപ്പൊ ചിലപ്പോ ഞങ്ങള് പറയില്ല. ഞാൻ കുറച്ച് 2-3 ദിവസം ഞാൻ ഷംനാദിക്ക് തടിവണ്ടി ഓടിക്കും. ഷംനാദിക്കൊക്കെ ഇച്ചിരി മാനസികമുള്ള കൂട്ടത്തിലാ പുള്ളി. അന്നേരം മാനസികം എന്ന് പറയാ പുള്ളി ചിലപ്പോ ഇരിക്കുമ്പോ തടിവണ്ടിയെ പോകും. അത് കഴിഞ്ഞ് ചിലപ്പോ അങ്ങനെ തടിവണ്ടിയെ പൊക്കോണ്ടിരിക്കുമ്പോ പറയും എടാ ഒരു 25 ടണ്ണ് പ്ലൈവുഡും കയറ്റി വെച്ച ഒരു ജയ്പൂർക്കോ അല്ലെ മറ്റേ വെറൈറ്റി സ്ഥലങ്ങൾ. പുള്ളിക്ക് നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലമൊന്നും ഇഷ്ടമല്ല. പുള്ളി ഭയങ്കര വെറൈറ്റിക്കാരനാ. പുള്ളി മറ്റേ അങ്ങോട്ട് പൂന്തി ഇൻഡോറ. പുള്ളി 13 വഴിക്കാ മൊത്തം ഓടി പഠിച്ച. പുള്ളിക്ക് ഇഷ്ടം 2 വഴി അറിയാം, പുള്ളി 13 വഴിയാ ഇഷ്ടം. 13 വഴി എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലാകുന്ന രീതി പറഞ്ഞു കൊടുക്കുക. 13 വഴി എന്ന് പറയാ NH 13. അതെന്ന് പറയാ നമ്മള് ഈ സോളാപൂര്, ബീജാപൂര്, ബീഡ, ഔറംഗാബാദ്, ജൽഗോൺ അങ്ങനെ ആ വഴി, ആ റൂട്ട്. ഇൻഡോർ, ഭോപ്പാൽ ആ ഒരു സൈഡിൽ അങ്ങനെ ഒരു വഴിയുണ്ട്. ആ വഴി അതാണ് 13 വഴി. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഇന്നവരെ പോയിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുള്ള കേട്ടറിവാണ്. നമ്മളെ വണ്ടികളൊന്നും എന്റെ വണ്ടി പോകണ്ട്, ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ ലൈന് മാത്രമേ ഓടിയിട്ടുള്ളൂ, ബോംബെ ലൈന് മാത്രമേ. അപ്പൊ അങ്ങനെ പറയും. അന്നേരം അത് കഴിഞ്ഞ ഇപ്പ ഓഫീസിൽ ചെല്ലുമ്പോ പറയും എടാ 25 കൊണ്ട് നമ്മുടെ മറ്റേ SC ലോറിയല വാലാട്ടോ ഇട്ടു വരുന്ന ആടി വരെ സുഖം. അങ്ങനത്തെ ഒരു ടീമാ. പിന്നെ വേറെ ഭയങ്കര പൊടി കുത്തിയ ഒരു ടീമാണെന്ന് ഇപ്പൊ ഉണ്ടാരെന്നറിയോ, ലത്തീഫിക്ക. എന്റെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നറിയോ, ലത്തീഫിക്ക എന്ന് പറഞ്ഞാൽ എന്റെ അപ്പന്റെ പ്രായമുണ്ട്. ഞാൻ ആ മനുഷ്യനെ ഞാൻ അത്ര പറയാൻ പഠിപ്പിച്ച. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ട നമ്മുടെ ലത്തീഫിക്ക. അതായത് ഇപ്പൊ ഈ നമ്മുടെ ഈ അരുൺ ചേട്ടനൊക്കെ ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ ലത്തീഫിക്ക ഓടിച്ചോണ്ടിരുന്നത്. മുരിക്കാശ്ശേരി സജി. അന്ന് നമുക്ക് ലത്തീഫിക്കയും കൂടെ ആയിരുന്നു അഫ്സലിക്ക 312 നമ്മുടെ മായൻകുട്ടി ഓടിച്ചോണ്ടിരുന്നത്. അത് ഭയങ്കര വിറ്റാ. മായൻകുട്ടി നമ്മുടെ ഭാരതവാസാനും കൂടെ കഴിഞ്ഞ ട്രിപ്പ് ഔറംഗാബാദ് ലോഡ് കയറ്റി പോവാ. കയറ്റി അവിടുന്ന് സവോള കയറ്റി വരുവാ. അപ്പൊ എന്നാ ചോദിച്ചാല് ഭാരതവാസം തീർന്നനം വരുന്നു. ഒരു അമ്പ് കണ്ടു. പുള്ളി ചവിട്ടിയിട്ട് നിക്കുകയല്ലാന്ന് തോന്നിയിട്ടാണ് എന്നാണെന്ന് അറിയത്തില്ല. പുള്ളി ചവിട്ടിയും പിടിച്ചൊന്നുമില്ല. മായൻകുട്ടി ബെഞ്ചുവലേ കിടപ്പുണ്ടായിരുന്നു. ഒറ്റയടി നേരെ മേളിൽ പോയി അടിച്ചു. താഴെ മായൻകുട്ടി ബക്കറ്റിനകത്ത് കിടപ്പുണ്ടായിരുന്നു. എന്നിട്ട് ആശുപത്രി ഇപ്പൊ പാവം കാലിനും മേലാതെ
അവിടെ ആശുപത്രിയായിട്ട് കിടക്കുക. ബോംബെ വഴി പോയാൽ അവിടെ ഭാരതം കിടപ്പുണ്ട് കേട്ടോ, നമ്മളെ പിടിക്കും. അതുകൊണ്ട് ബോംബെ വഴി ഇപ്പം ടൗണിന് വാശി വഴി പോകാൻ പറ്റൂല എന്നുള്ളൂ. 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിവെച്ച വണ്ടിയെ പോകാൻ തുടങ്ങിയതാ ഭാരതം. ഭാരതം എന്ന് വിളിക്കുന്നതിനും ശരിക്കും അജീഷ് ജോസഫ്. ഒരു മുതല് തന്നെ അതിനൊക്കെ ഈ പറയുന്ന നമ്മുടെ കമ്പനിയിൽ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് പരിചയപ്പെട്ടിരിക്കേണ്ട. അയ്യോ ഒന്നും പറയണ്ട. വെടിയും തീ ആണോ ഭാരതം എന്ന് വിളിക്കുന്ന പുള്ളിനെ. അത് ഭയങ്കര കഥയാ. അതെനിക്ക് അത് വീഡിയോ വരുമ്പോ പുള്ളി തല്ലി വെച്ച് തരുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയ ഒരു വിവരം വെച്ച് എന്നോട് പറഞ്ഞ ആളുടെ പേര് പറയാ. എനിക്ക് കിട്ടിയ ഒരു വിവരം വെച്ച് സംഭവം എന്താ വെച്ചാൽ പുള്ളിയെ എനിക്ക് കിട്ടിയ അത് നേരാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് തൊട്ട് അറിഞ്ഞേക്കണ എങ്ങനെയാന്ന് വെച്ചാല് പുള്ളിയെ പണ്ട് ആണ്ട് പുള്ളിയുടെ അച്ഛൻ അടിച്ചു, അപ്പൻ. അപ്പൊ പുള്ളി അതില് വിഷമവും മനം നൊന്ത് പുള്ളി എഴുതി വെച്ചു, ഞാൻ ഭാരതപ്പുഴയിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യാൻ പോയി, എന്നെ ആരും അന്വേഷിക്കേണ്ടതൊക്കെ. അന്നേച്ച് പുള്ളി വീണ്ടും പുറകെ പോയി വെറൈനകത്ത് കയറിയാണ്ട് ഒളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ കണ്ടുപിടിച്ച് കിട്ടി. അന്ന് വീണ പേരാണ് ഭാരതം എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഇതാണോ സത്യം എന്ന് എനിക്കറിയത്തില്ല, എനിക്ക് കിട്ടിയേക്കുന്ന കഥയാ ഇത്. പിന്നെ മറ്റേത് വേറെ ഭാരതം വണ്ടിയെ പോയതിന്റെ എന്നൊക്കെ പറയുന്നോ? അത് എന്നെ അതിലേ സത്യം എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് പിന്നെ ഏറ്റവും രസമായിട്ട് തോന്നിയ കഥ ഇതാ. അതുകൊണ്ട് ഞാൻ ഇതാ എല്ലാവരുടെ അടുത്തും പറയാം. ഞാനുമായിട്ട് ഭയങ്കര കമ്പനിയാ. ചോളം വന്നോന്നല്ലടാ ഇതെല്ലാം. കൃഷി എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ല ഇവിടെ അല്ലേ? ഇവിടെ തമിഴ്നാട് ഇതൊക്കെ അണ്ണവണ്ടിയാന്ന്. ഈ KRS ഇവിടെ കോൺട്രാക്ട് പിടിച്ചൊക്കെ ഓടണതല്ലേ. ഇത് KS01 എല്ലാം ഇതൊക്കെ അണ്ണവണ്ടിയാ. കൽക്കട്ടി റോഡല്ലേ ഇത്? കൽക്കട്ടി ധാർവാഡ് ഇതല്ലേ നമ്മുടെ ചോദിച്ച പറഞ്ഞ റോഡ്. എന്നാ വ്യൂ ആണ് എന്റെ പൊന്നു രക്ഷയില്ല. പോടാ അങ്ങനെ നമ്മളിവിടെ സ്ഥലപ്പേരിനിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ധാർവാഡിലേക്ക് തിരിഞ്ഞ് കയറുന്ന അവിടെ വന്ന് നിർത്തി. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിലെ വീഡിയോസിൻ്റെ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, വണ്ടി നിർത്തി അതേ സ്ഥലത്ത്, ഭാരതമെടുത്ത് നിർത്തി അതേ സ്ഥലത്താണ് നമ്മുടെ അശോക് ലേലാൻഡ് നിർത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി എല്ലാവരും നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാപ്പ് കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ചായ കേക്ക്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ്. അപ്പോൾ ഇനി നമ്മളൊരു ആനന്ദിൻ്റെ ഒരു റിലയൻസിൻ്റെ പമ്പുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും ഇനി അടുത്ത് നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും കയറി കിച്ചുവേ പോയേക്കാം. നമ്മുടെ ലൈലാൻഡിൻ്റെ ലോഗോ ഒക്കെ തിളങ്ങി അടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഏതായാലും നോക്കിനിയും പോയേക്കാം. ഞാനിപ്പോഴേ ഞാൻ ഈ ചുമ്മാ നെറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഈ ധാർവാഡിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമായിരുന്നേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒത്തിരി ഹിസ്റ്റോറിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ധാർവാഡ്. ടിപ്പു സുൽത്താൻ്റെയും ഈ കർണാടകത്തിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനത്തെ. ഇഷ്ടംപോലെ. ഈ
ഈ മറ്റേ വഴി പോയി ബീജാപ്പൂര് ആ വഴിക്കൊക്കെ ഇഷ്ടംപോലെ മറ്റേ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബീജാപ്പൂർ സോലാപ്പൂർ ആ റൂട്ടൊക്കെ അല്ലേ? ആ ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പോഴേ ഈ ലോറിയിലുള്ള ഈ യാത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അതില്ല, നമുക്ക് വണ്ടി ഇട്ടത് എങ്ങോട്ടും പോകുന്നില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം മറ്റേ ഇവിടെ കാശ്മീർ പോയി. പക്ഷെ അവിടെ നമ്മളൊരു 10 ദിവസം കടന്നു. എന്നാൽ ഇത് എപ്പോഴാണ് ലോഡാവണേ എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാനും ചോദിച്ചതിന് കൂടെ അവിടെ അത്യാവശ്യം ചുറ്റിക്കറങ്ങി കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു. തൊട്ടടുത്തുള്ള ഒത്തിരി ദൂരം നമുക്ക് പോകാൻ പറ്റില്ല. ആ പുൽവാമ മറ്റേ ആ ബോംബ് സ്ഫോടനം നടന്ന സ്ഥലമൊക്കെ ഇല്ലേ, അതിലൂടെയൊക്കെ പോയായിരുന്നു. പുൽവാമയ്ക്ക് നമ്മൾ അതിലൂടെ പോകും. എപ്പോഴേലും ഏതെങ്കിലും ഒരു കിടിലം വണ്ടിയൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പോകണം, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ നമ്മളിത് ഇവിടെ നമ്മുടെ റിലയൻസിൻ്റെ പമ്പിലെത്തിയിരിക്കുകയാണ്, ആനന്ദ്. അപ്പോൾ ഇവിടെ നമ്മുടെ 2 വണ്ടിയും കിടപ്പുണ്ട്. നമ്മുടെ സെൻറ്റ് ജോർജിൻ്റെ ഈ വണ്ടിയും കിടപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയും കിടപ്പുണ്ട്. അപ്പോൾ രണ്ടും ഇപ്പം ഡീസൽ അടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ട്രാൻസ് കണക്റ്റ് വഴിയാണ് നമ്മൾ ഈ സാധനം ചെയ്യുന്നത്. ട്രാൻസ് കണക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ ആ ഒരു OTP നമ്പർ വെച്ച് ആ ഒരു അക്കൗണ്ടിലേക്കായിരിക്കും എമൗണ്ട് ഇടുന്നത്. ആ എമൗണ്ട് വെച്ചായിരിക്കും നമ്മൾ വണ്ടിക്കകത്ത് ഡീസൽ അടിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാത്തതുണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നുണ്ട് ട്രാൻസ് കണക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ് കണക്റ്റിൻ്റെ ഇത് വെച്ചാൽ അങ്ങനെ ആ ഒരു ഇത് വെച്ചാണ് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് തീരെ ഡീസൽ കുറവാണ്. അപ്പം നമ്മുടെ വണ്ടി ഇപ്പം അത്യാവശ്യം ഫുൾ ടാങ്കിനോട് അടുപ്പിച്ച് അടിക്കണം. അതുപോലെ തന്നെ ഇതും അത്യാവശ്യം അടിക്കണം. ഇത് രണ്ടും അടിച്ചിട്ട് ഇതിനപ്പുറം നമ്മൾ ഒരു ഭാരത് ബെൻസിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആഹാരമൊക്കെ വെച്ച സ്ഥലത്ത് ആനന്ദ് ആ ഹോട്ടലിൻ്റെ അവിടെ, അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിനിയും ഡീസൽ അടിക്കാം. അപ്പം നമ്മുടെ 2 വണ്ടിയും ഇവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതിപ്പം ഏകദേശം ഫുൾ ടാങ്ക് അടിക്കണം. അത് അടിച്ചതിന് ശേഷം വേണം നമ്മുടെ ഇവരുടെ വണ്ടി അടിക്കാൻ. ടു മച്ച് ഫാസ്റ്റ്. അങ്ങനെ ഡീസലെല്ലാം ഫുൾ ടാങ്ക് അടിച്ചതിന് ശേഷം നമ്മളിത് ഇനി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഓടി, അതിന് ശേഷം നാളെ നമ്മൾ ഖണ്ടാല, അതുപോലെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറാൻ പോവാണ്. ഖണ്ടാലയിലെ പകൽ കാഴ്ചകൾ നമ്മൾ ഇവിടം തൊട്ട് ലോണാവാലയുടെ റേഞ്ച് തുടങ്ങുന്നതിനും തൊട്ട് നമ്മളിനി ഖണ്ടാല കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇനി നാളെ നമ്മുടെ ലെയ്ലാൻഡിലുള്ള നമ്മുടെ ഖണ്ടാല കാഴ്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റായി ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടുള്ള എല്ലാവരും ഒന്ന് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തേക്കുക.